നമസ്കാരം. ദ കോമ്പറ്റീഷൻ അരീനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. നമുക്കറിയാം, ഏതാനും മാസങ്ങൾ കൂടി നടക്കാനിരിക്കുന്ന SSC കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ CHSL എക്സാമിന്റെ QA സെക്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കില് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും ഇത്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്ന രീതിയിൽ വരിക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണാം 1 plus 1 by x into 1 plus 1 by x plus 1 into 1 plus 1 by x plus 2 into 1 plus 1 by x plus 3. ഇതിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഇതിന്റെ സിമ്പിൾ ടേംസിലേക്ക് എങ്ങനെ മാറ്റി ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം എന്നതാണ് ചോദ്യം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചോദ്യം ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഇത് എത്രയും പെട്ടെന്ന് എങ്ങനെ ചെറിയ ടേംസിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ടേംസ് ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അപ്പോൾ ചുമ്മാ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 plus 1 by x നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x plus 1 by x എന്ന് വരുന്നുണ്ട്. അപ്പം ഈ ടേമിന്റെ ന്യൂമറേറ്ററിൽ ഒരു x plus 1 വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടേമിന്റെ ഡിനോമിനേറ്ററിൽ ഒരു x plus 1 വരും. എന്തായാലും വരും. അപ്പൊ x plus 1 ഉം x plus 1 ഉം കട്ട് ആവും. അങ്ങനെ ഒരു സിമിലാരിറ്റി, ഒരു പാറ്റേൺ കാണുന്നുണ്ട്. അപ്പൊ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x into 1 plus 1, അതായത് x plus 1 by താഴെ x, ഇനി x plus 1 into 1 plus 1, അപ്പോൾ x plus 1 plus 1 x plus 2, x plus 2 divided by താഴെ x plus 1 വരും. അതുപോലെ ഈ ടേം ചെയ്യുമ്പോൾ x plus 2 plus 1 x plus 3, x plus 2 ഓടെ x plus 2 plus 1 x plus 3 divided by x plus 2. ഈ ടേം ഇതേപോലെ തന്നെ x plus 3 plus 1 by x plus 3 വരുമ്പോൾ x plus 4 by x plus 3 അങ്ങനെ വരും. അപ്പൊ ഇത് എല്ലാം ക്യാൻസൽ ആയി പോകും. ഓൾമോസ്റ്റ് എല്ലാ ടേമും ക്യാൻസൽ ആവും. എക്സ് പ്ലസ് ഇത് കട്ടാവും, ഇതും ക്യാൻസൽ ആവും, ഇതും ക്യാൻസൽ. ആകെ ബാക്കിയുള്ളത് x plus 4 by x ആണ്. അപ്പോൾ x plus 4 by x എന്ന് പറയുന്ന നാലാമത്തെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം. സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക്. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് if x equal to 7 minus 4 root 3, find the value of x plus 1 by x എന്നാണ് ചോദ്യം. x equal to 7 minus 4 root 3 ആണെങ്കിൽ x plus 1 by x ന്റെ കോംപ്ലക്സ് വാല്യൂ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് x എന്ന് പറയുന്ന ഈ ടേമിന് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ, ഈ 7 minus 4 root 3 അല്ലെങ്കിൽ ഫസ്റ്റ് ടേമിൽ ഒരു ഇന്റീജർ, അതിനുശേഷം ഒരു റൂട്ട് ഒക്കെ വന്നിട്ട് ഇതുപോലെ ഒരു a plus b root c എന്നൊക്കെ പോലെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ x എന്ന് പറയുന്ന ടേമിന്റെ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ നേരെ ഈ ടേം, ഐ മീൻ ഈ എക്സ്പ്രഷൻ, പക്ഷെ അതിന്റെ സൈൻ മാത്രം ഓപ്പോസിറ്റ് വരും. അങ്ങനെ 1 by x ആണെങ്കിൽ ഇത് 7 plus 4 root 3 എന്നാണ് വരിക. x ഇങ്ങനെയാണെങ്കിൽ അത് x equal 7 plus 4 root 3 ആണെങ്കിൽ 1 by x 7 minus 4 root 3 വരും. അതാണ് ഇവിടെ പഠിക്കേണ്ട പോയിന്റ്. ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കാണുമ്പോൾ അതിന്റെ റെസിപ്രോക്കൽ ഈ സൈനിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് കൃത്യമായി നമുക്ക് ഓടണം. എന്നാൽ മാത്രമേ ഇതിന്റെ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പൊ x plus 1 by x വരുമ്പോൾ എന്താ x, ഇത് 1 by x 7 minus 4 root 3 plus 7 minus 4 root 3 plus 7 plus 4 root 3. അപ്പോൾ minus 4 root 3 plus root 3 ക്യാൻസൽ ആയിട്ട് 7 plus 7 14 എന്ന് വരും. 14 ഓപ്ഷൻ ഡി ആണ് രണ്ടാമത്തെ. അടുത്ത പ്രോബ്ലത്തിൽ കിടക്കും.
ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതുപോലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസും വരും, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസും വരും, ടഫ് ക്വസ്റ്റ്യൻസും വരും. എത്രയും പെട്ടെന്ന് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചിട്ട് അത് എത്രയും പെട്ടെന്ന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഈ എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് 2a plus b divided by a plus 4b equal to 3, find the value of a plus b by a plus 2b. So a plus 4b, a plus 2b, a plus 2b എന്ന് പറയുന്നതിന്റെ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, രണ്ട് ടേമിലും വാല്യൂ ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ ഈ a plus 4b നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2a plus b equal to 3a plus 12b എന്ന് വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3a plus 3 into 4b 12b എന്ന് വരും. ഇനി 2a കൊണ്ടുണ്ടെന്നാൽ ഇത് a ആവും. 3a minus 2a 1a, അതായത് a. ഇനി a is equal to ഇനി 12b ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്ത് വരും? നമുക്ക് എനും ബിനും ഒരേ എനും ബിനും അതിന്റെ എന്താ പറയാ എനെ ബിന്റെ ടേംസിൽ കൊണ്ടുവരണം. അപ്പം 12b കൊണ്ടുവന്നാൽ 1b minus 12b minus 11b a equal to minus 11b. 1 minus 12 minus 11. അപ്പൊ a equal to minus 11b എന്ന് വരും. ഇങ്ങനെ ഒരു സാധനം കിട്ടിയിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇതിലേക്ക് വരാം. കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ ഇതാണ്. ഈ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷനിൽ നമുക്ക് എക്ക് മൈനസ് 11b എന്ന് പറയുന്ന ടേംസ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഉത്തരമായി. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മൈനസ് 11b പ്ലസ് ബി ഡിവൈഡഡ് ബൈ മൈനസ് 11b പ്ലസ് 2b. ഇത് ചെയ്യാൻ എളുപ്പമാണല്ലോ. മൈനസ് 11b പ്ലസ് 1b ആണെങ്കിൽ മൈനസ് 10b വരും. ഇവിടെ താഴെ മൈനസ് 9b വരും. b being answer minus minus answer 10 by 9 എന്ന് ഉത്തരം. ഓപ്ഷൻ സി ആണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിന് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നോക്കുക, എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഉടനെ ആൻസർ ഇടണം. അതേ ഉള്ളൂ. ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത പ്രോബ്ലം എന്നാൽ ഇഫ് a is to b equal to 1/2 is to 3/8, b is to c 1/3 5/9, 1/3 is to 5/9. അതുപോലെ തന്നെ c is to d 5/6 ഉം 3/4, 5/6 ഉം 3/4, 5/6 ഉം 3/4. അപ്പം ഇത് വന്നിട്ട് ചോദ്യം ചോദിച്ചത് റേഷ്യോ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ റേഷ്യോ ഓഫ് a is to b is to c is to d. a is to b is to c is to d റേഷ്യോ എന്താണ്? ഈ നാലെണ്ണം ഒരുമിച്ചുള്ള റേഷ്യോ. ഇതിന്റെ തമ്മിലുള്ള റേഷ്യോ മാത്രം വന്നിട്ട് ഫൈനൽ എല്ലാം കൂടെ ഒരുമിച്ചുള്ള റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആദ്യം ഇതിനെ സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷൻ എന്ന് മാറ്റി സിമ്പിൾ ടേംസിലേക്ക് നമുക്ക് മാറ്റി തന്നെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. 2 ഉം 8 ഉം 8 2ന്റെയും 8ന്റെയും നമുക്ക് എൽസിഎം എടുക്കുമ്പോൾ 8 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ a is to b ന്റെ റേഷ്യോ എങ്ങനെ വരും? ഇവിടെ 4:3 വരും. 4:3. 8 into 2 കട്ട് ചെയ്യുമ്പോൾ 4 മുകളിൽ വരും. 8 into 3/8 8 ക്യാൻസൽ ആയി 3 വരും. അടുത്തത് 3 ഉം 9 ഉം 3 9 ആകുമ്പോൾ 9 മൾട്ടിപ്ലൈ ആയാൽ 9 into 1/3 3. 3 is to ഇവിടെ 5 വരും. അടുത്തത് 6 ഉം 4 ഉം നമുക്ക് 12 എടുക്കാം. 12 എടുക്കുമ്പോൾ 12 into 5/6 എന്ന് പറയുമ്പോൾ 12 ക്യാൻസൽ 2 ആവും. 2 into 5 10. 12 into 3/4 4 cancel 3 3 is 9. അപ്പോൾ എന്തിനാ ഇങ്ങനെ എഴുതിയ വെച്ചാൽ ഇങ്ങനെ എഴുതിയിട്ട് ഇതാണ് അതിന്റെ ഒരു മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു പാറ്റേൺ. ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് a is to b യും ഇത് b is to c യും ഇത് c is to d യും വേറെ രീതിയിൽ എഴുതി മാത്രം. ഇതിനെ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആദ്യം 4 into 3 ചെയ്യാം, പിന്നെ 3 into 10. 4 into 3 12, 12 into 10 120. ഫസ്റ്റ് ടേം 120. അടുത്തത് ഈ 3 എടുത്തിട്ട് ഈ 3 വെച്ച് മൾട്ടിപ്ലൈ ഇങ്ങനെ 3 into 3 അതിനുശേഷം ഇങ്ങോട്ട് 3 into 3 9, 9 into 90.
അടുത്തത് ഈ 3നെ ഈ 5 വെച്ച് മൾട്ടിപ്ലൈ, അതിനുശേഷം 5നെ 10 വെച്ച് മൾട്ടിപ്ലൈ. 3 into 5 15, 15 to 10 150. ഇനി 3 into 5 15, 15 ഇതിനെ 9 വെച്ച് മൾട്ടിപ്ലൈ. 3 into 5 15, 15 to 9 135. ഇത് ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ 8:6:10:9 എന്ന് പറയുന്ന C ഓപ്ഷൻ വരും. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് റൈറ്റ് ആൻസർ. 8:6:10:9. അപ്പോൾ ഇതാണ് ഇതിന്റെ മെത്തേഡ്. ഇത് 4 ടേംസ് ഉള്ളതുകൊണ്ട് 4 ടേംസ് വരുമ്പോൾ എങ്ങനെയാണ് ഒരുമിച്ചുള്ള റേഷ്യോ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇതാണ്. ആദ്യം 4 into 3 to 10, പിന്നെ 3 into 3 to 10, 3 into 5 to 10, 3 into 5 to 9. അപ്പോൾ ഈ ടേം കിട്ടും. അതിനെ ഫാക്ടറൈസ് ചെയ്ത് ഏറ്റവും ലോവസ്റ്റ് നമ്പേഴ്സ് ആക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്താൽ ഇത്രമായി 8:6:10:9. അടുത്ത പ്രോബ്ലം. If a by 3 equal to b by 4 equal to c by 7, then find the value of a plus b plus c by c. ഇത് നമുക്ക് ഒരു ട്രിക്ക് വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആദ്യം കണ്ടുപിടിക്കേണ്ട ടേം എന്താണോ കണ്ടുപിടിക്കേണ്ട എക്സ്പ്രഷൻ നോക്കുക. അപ്പം ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്താം. a by c ഒന്ന് ഡിവൈഡ് ചെയ്താൽ താഴത്തെ ഡിനോമിനേറ്റർ വെച്ച് ന്യൂമറേറ്ററിലെ ഓരോ ടേം വെച്ച് ഡിവൈഡ് ചെയ്താൽ a by c എന്ന് വരും, പ്ലസ് b by c എന്ന് വരും, പ്ലസ് c by c 1 എന്ന് വരും. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു റേഷ്യോ നമുക്ക് a by c b by c സിമ്പിൾ ആയിട്ട് കിട്ടും. ഇങ്ങനെ എടുത്തത് a by 3 ഈക്വൽ ടു c by 7 എന്നുള്ളത് c ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ a by c എത്ര വരും? 3 മുകളിൽ പോയാൽ 3 by 7 എന്ന് വരും. അതുപോലെ തന്നെ b by 4 ഈക്വൽ ടു c by 7 എന്നുള്ളതിൽ ഈ c ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 4 മുകളിലേക്ക് വരും. b by c എന്ന് പറയുന്നത് 4 by 7 എന്ന് കിട്ടും. ആ a by c b by c ന്റെ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ a by c എത്ര? 3 by 7. 3 by 7 പ്ലസ് b by c 4 by 7 പ്ലസ് 1 കിട്ടും. ഇത് 4 plus 3 7, 7 by 7 1, 1 plus 1 2 ഉത്തരം 5C ഓപ്ഷൻ C. മാത്രമേ ഉള്ളൂ. അടുത്ത പ്രോബ്ലം. If 144 divided by 0.144 equal to 14.4 divided by x, find the value of x. X in the value ആണ് അറിയാം. ഇത് സിമ്പിൾ ആണ്. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈയിന്റെ സ്പീഡ്, കാൽക്കുലേഷൻ സ്പീഡൊക്കെ വളരെ കൂടുതലാണെങ്കിൽ നിമിഷ നേരം കൊണ്ട് കണ്ടുപിടിക്കേണ്ട പ്രോബ്ലമാണ്. ഉത്തരമാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 144ഉം 0.144 ഉണ്ട്. നമുക്ക് ഇതിനെ ആദ്യം ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ 144 ഉണ്ട്, ഇവിടെ 0.144 ഉണ്ട്. അതായത് ഡെസിമൽ 3 ഡെസിമൽ പോയിന്റ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെ ശരിക്കും കട്ട് ചെയ്താൽ എത്ര വരും? ഇവിടെ ഒരു 100 വരും, സോറി 1000 വരും. 3 ഡെസിമൽ പോയിന്റുകളുണ്ട്, 1000 വരും. ഇവിടെ അപ്പൊ ഇത് വരും x is equal to 14.4 divided by 1000 എന്ന് വരും. 14.4 by 1000. ഈ 14.4 ന്ന് 3 ഡെസിമൽ പോയിന്റ് വീണ്ടും ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ എന്ത് വരും? 0.0144 എന്ന് വരും. ഈ ഡെസിമൽ പോയിന്റ് 3 ആണ്. 1 2 3, അതായത് 1 2 3 0.0144 എന്ന് പറയുന്ന ടേമായി മാറും. 6D ആണ് ഓപ്ഷൻ D. അടുത്ത പ്രോബ്ലം നോക്കുകയാണെങ്കിൽ if x less than x1 less than x less than 2, find the value of root x minus 1 whole square plus root of x minus 3 whole square. എക്സിന് വാല്യൂ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 1ന്റെയും 2ന്റെയും ഇടയിലുള്ള ഒരു വാല്യൂ ആണ്. അതുപോലെ തന്നെ റൂട്ട് ഓഫ് എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ, റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. ഈ റൂട്ടിന്റെ അകത്ത് സ്ക്വയർ വന്നിട്ടുണ്ട്.
അപ്പോൾ അത് എന്തായിരിക്കും എക്സ് മൈനസ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് ഹോൾ സ്ക്വയർ ആണ് സ്ക്വയർ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആവും എക്സ് മൈനസ് 1 എന്ന് വരും പ്ലസ് ഇവിടെ എക്സ് മൈനസ് 3 എന്ന് വരും 2x മൈനസ് 4 പ്രൊവൈഡഡ് ഈ ഒരു കണ്ടീഷൻ 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 2 അപ്പോൾ ഓപ്ഷൻസിൽ 2x മൈനസ് 4 എന്ന് പറഞ്ഞാൽ ഡി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡി ഓപ്ഷൻ എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത പ്രോബ്ലം ഞാൻ given that 10 raised to 0.48 equal to x 10 raised to 0.7 equal to y and x raised to z equal to y square. അങ്ങനെയാണെങ്കിൽ z ന്റെ വാല്യൂ എന്തായിരിക്കും ക്ലോസ് ടു എത്രയായിരിക്കും 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇതിലൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഇന്റർ കണക്ഷൻ ഒരു കോറിലേഷൻ ഉണ്ടോ എന്ന് അത് ചെക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യാം, ഇവിടെ y സ്ക്വയർ ഉണ്ട്, ഇവിടെ y ഉണ്ട്. ഇതൊക്കെ 3 കണ്ടീഷൻസ് ആണ്, ഇവിടെ ഓൾറെഡി സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്സ് വെച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അപ്പോൾ x raised to z equal to y square എന്ന് കൊടുത്തിട്ടുണ്ട്. 10 raised to 0.7 എന്ന് പറയുന്നത് y എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സ്ക്വയർ ചെയ്താണ് 10 raised to 0.7 ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.7 to 2 വരും, 10 raised to 1.4 വരും. ഇതിനെ സ്ക്വയർ ചെയ്താണ് 0.7 to 10 raised to 1.4 ഇത് y square. ചെയ്താൽ ഞാൻ അടുത്ത 10 raised to 0.48 equal to x എന്ന് കാണുന്നുണ്ട്. 10 raised to 0.48 എന്നുള്ളത് x ആണ്. അതുപോലെ x raised to z equal to y square. y square is equal to y square is equal to x raised to z. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ, അപ്പോൾ നമുക്ക് 10 raised to 1.4 എന്ന് പറയുന്നത് x square ആണ്, 10 raised to 0.48 എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ ഈ 10 raised to 1.4 equal to x raised to z എന്നുള്ളതിൽ 10 raised to 1.4 equal to x raised to z എന്നുള്ളതിൽ ഈ x ന് പകരം 10 raised to 0.48 ഇട്ടിട്ടുണ്ടെങ്കിൽ 10 raised to 0.48 അതായത് ഈ ഒരു ടേം ഇതാണ് ഈ ടേം, ഈ x ന് പകരം 10 raised to 0.48 ഇടുന്നു raised to z. അപ്പോൾ 10 raised to 1.4 equal to 10 raised to 0.48 into z 0.48 z. അപ്പോൾ ഇതിന്റെ ബേസ് സെയിം ആവുമ്പോൾ നമുക്ക് ഇതിന്റെ പവർ റേസ് ടു പവർ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ 1.4 equal to 0.48 z. അപ്പോൾ z എന്ന് പറയുന്നത് 1.4 divided by 0.48 എന്ന് പറയും. ഇതിനെ ചെയ്യുമ്പോൾ അത് 140 divided by 48 എന്ന് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് പ്രോബ്ലംസ് ഓപ്ഷൻസിലേക്ക് നോക്കിയാൽ 2ന്റെ താഴെ 2 ഓപ്ഷൻ ഉണ്ട്, 3ന്റെ മേലെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ 48 എന്തായാലും 2ന് താഴെ വരില്ല, 2ന്റെ മേലെ വരും. 3 ആവാനും ചാൻസ് ഇല്ല, കാരണം 50 into 3 150 വരും, 48 into 3 പറയുന്നത് എത്ര വരും, 144 വരും. അങ്ങനെ എന്താ 140ന്റെ മേലെ എന്തായാലും വരും. അപ്പോൾ 3ന്റെ മേലെയും വരില്ല, അപ്പൊ 2ന്റെ താഴെ വരില്ല, 3ന്റെ മേലെ വരില്ല. അങ്ങനെ ഒറ്റ ഓപ്ഷൻ 2.9 ആണ് ഉത്തരം, ഓപ്ഷൻ സി. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ഉത്തരം കണ്ടുപിടിക്കാം, പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോകും. അടുത്ത പ്രോബ്ലം if 47.2506 equal to 4a plus 7b plus 2c plus 5ad plus 6c എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഇത് കൊടുത്തിരിക്കുകയാണ്. ഇത് ഇക്വേഷൻ ആണ്, ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐ മീൻ ഇങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 5a plus 3b plus 6c plus d plus 3e
ഇതിന്റെ വാല്യൂ എന്താണ് അറിയാം. അപ്പോൾ ഈ ഒരു ടേം നമുക്ക് എന്ത് മനസ്സിലാക്കാം? 47.2506 ഇവിടെ 4 7 2 5 6 ഉണ്ട് മനസ്സിലായി. അപ്പം ഈ ഓരോന്നിനും മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ രൂപത്തിലേക്ക് എത്തിയത് മനസ്സിലായി. കാരണം അതിന്റെ എല്ലാ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ഉള്ളത് എത്ര ഏത് നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്തെന്ന് മാത്രം നമുക്ക് അറിയാൻ ആവശ്യമുള്ളൂ. അപ്പം 4a ആദ്യം 47, അപ്പം 40 ആയിരിക്കണം അവിടെ വരുന്നത്. അപ്പോൾ 40 കിട്ടണമെങ്കിൽ എന്റെ ടേംസ് എന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കണം. നല്ല 40. അടുത്തത് 7, 40 + 7 ആയിരിക്കും. 7 എന്ന് പറയുമ്പോൾ 7 × 1 ചെയ്താല് 7 കിട്ടും. അപ്പോൾ ബിന്റെ വാല്യൂ 1. ഇനി 2 എന്നുള്ളത് 0.1. 40 + 7 + 0.2. 0.1 2 × 0.1 ആയിരിക്കണം സി. അപ്പോൾ സി = 0.1 ആയിരിക്കണം. ഇനി ഡി എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണ്. 5 ശരിക്കും 0.05 ആയിട്ടാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. 0.05. പക്ഷെ ഡി താഴെയാണ്, ഡിനോമിനേറ്ററിലാണ്. അപ്പൊ ഡി 0.01 അല്ല, പക്ഷെ 100 ആണ്. എന്നാലേ രണ്ട് ഡെസിമൽ പോയിന്റ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5/100 ആകുമ്പോഴാണ് 0.05 വരുന്നത്. ഇനി വരുന്നത് 6e ആണ്. അപ്പൊ 6 എങ്ങനെ വരുന്നത്? 1 2 3 4 ഡെസിമൽ പോയിന്റ് ആണ്. അപ്പൊ ഇ എന്ന് പറയുന്നത് 0.0006 എന്നാണ്. സോറി 1 എന്നാണ്. അതാണ് അങ്ങനെയാണ് 0.0006 വരുന്നത്. അപ്പൊ എ ബി സി ഡി ഇ ഈ 5ന്റെയും വാല്യൂ കിട്ടിയാൽ നമുക്ക് ഇത് ജസ്റ്റ് ഇൻപുട്ട് ചെയ്താൽ മതി. ഐ മീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 5 × 10 50 plus 3 × b 3 3 × 1 3 plus c യിലെ 0.1 0.6 plus d 100 അവിടെ ഒരു വ്യത്യാസമുണ്ട്. ഈ എന്ന് പറയുന്നത് 0.001 ആണ്. അപ്പോൾ 3 × 0.0001 0.0003. അപ്പോൾ 100 50 150 153 153.6 plus 0.003. അപ്പം 003 153.6003. എത്രാമത്തെ ഓപ്ഷനാണ്? സി ഓപ്ഷൻ. ഓപ്ഷൻ സി. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇഫ് 3 raised to x plus 3 plus 7 equal to 250, okay, then x is equal to that. Then x in the value simple ആണ്. 7 ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 250 - 7 എന്ന് പറയുന്നത് 3 raised to x plus 3 equal to 243 എന്ന് വരും. 243 പറഞ്ഞാൽ 3ന്റെ എത്രാമത്തെ പവർ ആണ് നോക്കിയത്? 3 raised to 3 square 9 3 cube 27 3 raised to 4 81 3 raised to 5 243. അപ്പോൾ 3 raised to 5 ആണ് 243. 3 raised to x plus 3 equal to 3 raised to 5. x plus 3 equal to 5 വരും. x equal to 2. x ന്റെ വാല്യൂ 2. ഓപ്ഷൻ സി. അപ്പോൾ അതായിരുന്നു നമ്മളെ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നമ്മളെ കഴിയുന്ന വിധം അത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ്സ് ആയി ഇടാം. അതുപോലെ തന്നെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് താഴെ പോസ്റ്റ് ചെയ്യാം. പുതിയ ഏതെങ്കിലും ക്ലാസ് ടോപ്പിക്കിനെ കുറിച്ച് ക്ലാസ് എടുക്കണമെങ്കിൽ അതിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടനെ കാണുന്നതാണ്. സോ ടിൽ ദെൻ ബൈ.